എന്തോ പണിക്ക് ഇറങ്ങിയതാണെന്ന് പറയട്ടെ. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, എന്റെ തല മുഴുവൻ അങ്ങ് വേർക്കും കേട്ടോ. മുടിയും നമ്മളിങ്ങനെ തൊടാമെങ്കിൽ കയ്യിലൊക്കെ വെള്ളമായിരിക്കും, അതുപോലെ അങ്ങ് വേർക്കുക തല. എനിക്ക് എല്ലാ ദിവസവും മുടി കഴുകുന്ന എനിക്കൊരു ഇഷ്ടമില്ല. പക്ഷെ ഇപ്പം കഴിയാതിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ മുടിയൊക്കെ തലയൊക്കെ ഒന്ന് നനയുന്നുണ്ട്. നനഞ്ഞിട്ട് ടവലൊക്കെ ഇട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ ഒന്ന് തോർത്താറുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് സ്കിന്നും ഹെയറും ഒന്ന് നോക്കാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ. ഒന്ന് കെയർ ചെയ്യുന്നേയില്ല ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറിയൊരു താളി, അത് മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിനും മുടി വളരുന്നതിനും പണ്ടിങ്ങനെ പറയുന്നുണ്ട്, അതുപോലും മുടി വളരുമെന്ന് പറയും. ഒരു സാധനം ഞാൻ എടുത്ത് കാണിക്കാന്ന് അങ്ങനെ പറയും. അപ്പൊ അതിന് പ്രകാരം ഞാൻ അതൊക്കെ മുടിയെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്റെ തലയിൽ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നാ അതിനൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു. മറ്റൊന്നല്ല, വള്ളിയിഴഞ്ഞയാണ്. അപ്പൊ വള്ളിയിഴഞ്ഞത് അങ്ങനെ വള്ളിയായിട്ട് പോകില്ല, അതുപോലെ മുടി വളരുമെന്നായിരുന്നു. അപ്പൊ ഞാൻ പറമ്പ് നിൽപ്പുണ്ട് വള്ളിയിഴഞ്ഞ, പറിച്ചുകൊണ്ട് വരാതെ. ഇതാ കണ്ടോ, ഈ ഒരു മൂട് വള്ളിയിഴഞ്ഞ ഞാൻ ഇനി പറിക്കുവാണ്. ഇതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും നീളത്തിൽ വള്ളിയായാലും ഇങ്ങനെ കിടക്കുകയായിരുന്നു പടർന്ന്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് വള്ളിയിഴഞ്ഞ നമ്മുടെ തല തേക്കാമെങ്കിൽ ഇതുപോലെ മുടി ഇങ്ങനെ വളരുമെന്നൊക്കെ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നും ഇല്ലായിരിക്കും, എങ്കിലും തലമുടിക്ക് നല്ലതായിരുന്നു കേട്ടോ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോ ഇത് ചെയ്യുന്ന ഇതിന്റെ ഇലയും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് സമൂലം നല്ലതാണെന്നാ പറയുന്നത്, പക്ഷെ ഞാൻ ഇതിന്റെ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ കറ്റാർവാഴയുടെ ഒരു തണ്ട് ഞാൻ എടുക്കും. പിന്നെ ഈ ചെമ്പരത്തിയുടെ ലീഫില്ലേ, ഇല എടുക്കുന്നുള്ളൂ കേട്ടോ. പൂവൊന്നും എടുക്കുന്നില്ല, നല്ല ഇല നോക്കി കുറച്ച് ഇല എടുക്കും. ഞാനത് തലയിൽ അപ്ലൈ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കുറെ സമയം എടുത്തു വേണം എനിക്കൊന്ന് ചെയ്യാൻ. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിന്റെ ഇല ഞാൻ എടുക്കും, ഒരു കറ്റാർവാഴയുടെ തണ്ടെടുക്കും, കുറച്ച് ഒരു 10-12 ചെമ്പരത്തിയുടെ ഇല എടുക്കും. 10-12 മതി. ഇത്ര എടുത്തിട്ട് ഒന്ന് ചതയ്ക്കും. മിക്സിയിൽ അരയ്ക്കുന്നില്ല, കലീടികല്ലെ വെച്ച് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞ് അതിന്റെ ആ ഒരു സത്തെല്ലാം കൂടെ എടുക്കും. കറ്റാർവാഴ എടുക്കുമ്പോൾ അതിനകത്ത് ആ ജെല്ലാണ് എടുക്കുന്നത്, അതിന്റെ പുറന്തേലി ഞാൻ കളയും. ഇത്രയും കൂടെ ഇടിച്ച് നല്ലപോലെ കറ്റാർവാഴയുടെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇടിയണം. അപ്പൊ ഈ ഇലയുടെ കൂട്ടത്തിൽ അത് ഇടാമെങ്കിൽ നല്ലപോലെ ചതഞ്ഞ് അതിന്റെ നീരും കിട്ടും. എന്നിട്ട് വെള്ളത്തിൽ നല്ലപോലെ എല്ലാം കൂടി ഒന്ന് കലക്കിയിട്ട് അതിങ്ങനെ താളിപ്പരുവത്തിലെടുക്കും, ഒന്ന് അരിച്ചെടുക്കും. ഞാൻ തുണിക്കകത്ത് വെച്ച് അരിക്കുകയാണെങ്കിൽ താളിപ്പരുവത്തിൽ കിട്ടും. അത് നമ്മുടെ സ്കാൽപ്പ് മുഴുവൻ ശരിയായിട്ട് ഇപ്പോഴും നനഞ്ഞിടിക്ക് കേട്ടോ എന്റെ തല മുഴുവൻ. അപ്പൊ സ്കാൽപ്പ് മുഴുവൻ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ വെച്ചേക്കും ഒരു അരമണിക്കൂർ. വെറുതെ എനിക്ക് തലമുറക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ ഇല്ല. എന്തായാലും ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ തല വെച്ചേക്കും. ഓയിലൊന്നും ഞാൻ തേക്കുന്നില്ല. അതിനുശേഷം ഷാമ്പു ഒന്നും ഇടുന്നില്ല, കാര്യം താളിയുടെ കാര്യം ചെമ്പരത്തിയാനാണ് ഞാൻ ഇടുന്നത്. അതിനുശേഷം മുടി നല്ലതുപോലെ വാഷ് ചെയ്ത് കളയും, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ തല കഴിയുമ്പോൾ എപ്പ കഴിയാലും ഷാമ്പു ഇട്ടാണ് ഞാൻ കഴുകാറുള്ളത്. ഇപ്പൊ താളിയുടെ സംഭവം ഉള്ളത് കൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കളയും. അപ്പൊ നിങ്ങളും ഇതുപോലെ മുടി കെയർ ചെയ്യുന്നവരാണെന്ന് വരില്ല, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൂടെ ഒന്ന് ചെയ്ത് നോക്കണം.